എമ്പുരാൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നല്ല രീതിയിൽ തകൃതിയായിട്ട് മുന്നേറുന്നുണ്ട്. മാർച്ച് 27 സിനിമ ഇറങ്ങുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് സായ്കുമാറിൻ്റെ ക്യാരക്ടർ, അതായത് മഹേഷ വർമ്മയുടെ ക്യാരക്ടർ വീഡിയോ ഇറങ്ങുന്നത്. ലൂസിഫറിലുള്ള പോലെ തന്നെ ഇതിലും അദ്ദേഹം നല്ലൊരു അതേ ക്യാരക്ടർ തന്നെ നല്ല ഫുൾ ലെങ്ത് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു ഇതിലും ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, ലൂസിഫറിലെ ഒരു സീനുണ്ട്. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയോടുകൂടി സായ്കുമാർ ഒരു കഥ പറയുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ച് പറയുന്നുണ്ട് എൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയുന്നത്. പക്ഷേ ആ സീൻ ബിൽഡ് ചെയ്ത സമയത്ത് ചെറിയ രീതിയിൽ പാളിപ്പോയെന്ന് സംശയമുണ്ട്. കാരണം ആ ഡയലോഗ് പറയുമ്പോൾ ഒരു ഭാവ വ്യത്യാസവുമില്ലാതെ മഹേഷ വർമ്മ അഥവാ സായ്കുമാറിൻ്റെ ക്യാരക്ടർ ഒരു ചിരിയോടുകൂടി തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആരാ സ്റ്റീഫൻ്റെ തന്താന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ഒന്നും പറയാനൊക്കാതെ കൈ വീശി ഇങ്ങനൊരു ആക്ഷൻ മാത്രം കാണിക്കുന്നുണ്ട്. ആ സീൻ അവിടെ അവസാനിക്കുകയാണ്. അതൊരു മാസ് സീനായിട്ട് എടുത്ത സീനാണോ അതോ മാസ് സീൻ പാളിപ്പോയതാണോ എന്ന് ഇന്നും സംശയമാണ്. ആ സീനായിട്ട് തന്നെ കൺസീവ് ചെയ്തത്. പക്ഷേ തിയേറ്ററിലൊക്കെ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയ സീനുകളിലൊന്നാണ് എൻ്റെ തന്തയല്ല എൻ്റെ തന്ത. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും പൊങ്ങി വരുന്നൊരു സീനാണ് എൻ്റെ എന്തല്ല എൻ്റെ തന്ത എന്ന് പറഞ്ഞ് പല സ്കിറ്റുകളിലൊക്കെ ഈ ഒരു ഡയലോഗ് ഒന്നായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ സീൻ അല്ലെങ്കിൽ ആ ഒരു ഫുൾ സീൻ യഥാർത്ഥത്തിൽ മാസ് സീനാണോ അതോ പാളിപ്പോയതാണോ അതോ സായ്കുമാറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എടുത്ത സീനാണോ ആർക്കറിയാം. പൃഥ്വിരാജിനോട് തന്നെ ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ മുരളി ഗോപിയോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്തായാലും മാർച്ച് 27 ലൂസിഫർ എത്തുകയാണ്, അല്ല എമ്പുരാൻ എത്തുകയാണ്. ഓക്കെ.